നമസ്കാരം. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ നമ്മുടെ ജോർദാൻ ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ ഭയങ്കര കാറ്റാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ജോർദാൻ്റെ മെയിൻ എയർപോർട്ടുള്ള അമ്മൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പം നമ്മുടെ ഇന്ത്യയുടെയൊക്കെ തലസ്ഥാനം ഇപ്പോൾ ഡൽഹി എന്ന് പറയാറില്ലേ നമ്മൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഹാപ്പനിങ് സിറ്റിയാണ് അമ്മൻ. അവിടെയാണ് ഇവിടുത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അവിടെയാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ അമ്മൻ സിറ്റി ടൂറ്, അതായത് ജോർദാൻ്റെ സിറ്റി ലൈഫും അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് പങ്കുവയ്ക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ധാരാളം സ്ഥലങ്ങൾ, കുറേ ട്രാവൽ ചെയ്യാനുണ്ട്. 100-150-200 കിലോമീറ്റർ ഒക്കെ പോയിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാൻ. സോ ആ വിശേഷങ്ങൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. സോ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അമ്മനാണ്. ജോർദാൻ, ആ ഒരു ടിപ്പിക്കൽ ജോർദാൻ വൈബ് ആൻഡ് അമ്മൻ നൈറ്റ് ലൈഫ്, ഡേ ലൈഫ്, സ്ട്രീറ്റുകൾ, അതെല്ലാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ പിന്നിൽ കാണുന്നത് ജോർദാൻ്റെ കൊടിയാണ് കേട്ടോ, പതാകയാണ്. നല്ല രസമുണ്ട് അല്ലേ? അപ്പോൾ ശരി, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇതാ ഞാൻ എയർപോർട്ടിൽ നിന്ന് കയറി. ഇനിയിപ്പോൾ ഞങ്ങൾ സിറ്റി ടൂറാണ്. അമ്മൻ സിറ്റി ടൂർ അല്ലെങ്കിൽ ജോർദാൻ സിറ്റി ടൂർ എന്നൊക്കെ പറയാം, ലൈക്ക് മെയിൻ സ്ഥലങ്ങൾ. സോ ഇതാ എൻ്റെ സാരഥി ആസ് യൂഷ്വൽ, ഞാൻ എപ്പോഴും നിങ്ങളെ പരിചയപ്പെടുത്താറുണ്ട്, മുഹമ്മദ് ബാദി. ഇത്തവണ ഇദ്ദേഹമാണ് എന്നെ കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ നമ്മുടെ ഇതിലിടാം കേട്ടോ. കോസ്മോ ട്രാവൽസ് ആണ് എന്നെ, എൻ്റെ സാധാരണ കോസ്മോ UAE-യിലും ജോർദാനിലൊക്കെ ഓഫീസുള്ളൊരു ടൂർ ഓപ്പറേറ്റേഴ്സാണ്. അപ്പോൾ നോർമലി ഞാൻ എൻ്റെ വിസ ആവശ്യങ്ങൾക്കൊക്കെ UAE-യിൽ ഷാർജയിൽ ഞാൻ കോസ്മോനെയാണ് ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. സോ ജോർദാൻ വന്നപ്പോൾ അവർക്ക് ഇവിടെ ഓഫീസ് ഉണ്ട്. സോ അതിനാൽ എൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് അറേഞ്ച് ചെയ്ത് തന്നത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടൂർ ഓപ്പറേറ്റേഴ്സാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം മുഹമ്മദ് മാദി വിശേഷങ്ങളൊക്കെ പറയായിരുന്നു. നാളെ മെയ് 25-ാം തീയതി ഇവരുടെ 80ാമത് ഇൻഡിപെൻഡൻസ് ഡേ ആണ് ജോർദാൻ്റെ. സോ അതിൻ്റെ ഫുൾ celebrations ആണ് ഇവിടെ നടക്കുന്നത്. Mr. Mohammed, you want to say something about your Independence Day 80th? Welcome to you, Miss Sumaya. Thank you. Enjoy it in Jordan. I behind you like your brother. Definitely. To good places. Sure. Thank you. To get good idea about Jordan. Yeah. Welcome. So tomorrow you are celebrating your 80th Independence Day. Tomorrow at 7 morning, I hope you are leave from hotel to drive to Petra. Yeah. From Amman to Petra, maximum 250 So, kilometers. no. I was asking about the Independence Day celebrations. 80th. You told, no? 25th. Yeah, tomorrow. Tomorrow, yes. Okay. Yes. So, happy Independence Day. Yeah. Happy Independence Day to Jordan. Tomorrow, welcome to you. Thanks for you, thanks. Okay. So, വിശേഷങ്ങൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെ എല്ലായിടത്തും ഇവരുടെ ജോർദാൻ്റെ പതാകകൾ, അവരുടെ ദേശീയ പതാക എല്ലായിടത്തും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ അവരുടെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനായിട്ട്. ഇത് അവരുടെ ഹൈവേ ആണ്, മെയിൻ ഹൈവേ ആണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പോകുന്ന അതേ ഡയറക്ഷൻ നോർത്ത് ഡയറക്ഷനിലാണെന്നാണ് മുഹമ്മദ് പറഞ്ഞത്. അങ്ങോട്ട് സിറിയയാണ്. ഇത് നേരെ ഈസ്റ്റ് ഡയറക്ഷൻ. ഇവർക്ക് എല്ലായിടത്തേക്കും ബൈ റോഡ് കണക്ഷൻസ് ഉണ്ട്. ഈ റോഡ് ഈസ്റ്റിലേക്ക് ഒരു മെയിൻ ഹൈവേ പോകുന്നത് കാണിച്ചു തന്നു. അത് പോകുന്നത് ഇറാഖിലേക്കും അതുവഴി ഇറാനിലേക്കുമാണ്. നെക്സ്റ്റ് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലാണ്. അപ്പോൾ അവർ പറയായിരുന്നു, ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലാണല്ലോ യുദ്ധം. ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് ജാമാവുന്ന ഒരു രാജ്യമാണ് ജോർദാൻ. അതായത് അവർ ഒരു സൈഡിൽ ഇറാഖും ഇറാനുമാണ്, മറ്റേ സൈഡിൽ ഇസ്രായേലാണ്. അപ്പുറത്ത് ഇപ്പൊ നമ്മൾ പോകുന്ന ഡയറക്ഷനിൽ സിറിയയാണ്. ഞാനിപ്പോ മുഹമ്മദ് കുറച്ച് ഹിന്ദി പറയുന്നത് കേൾപ്പിച്ചു തരാം. എന്നോട് ചോദിച്ചു എവിടെയാണ് ഇന്ത്യയിൽ താമസം എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ചോദിക്കായിരിക്കും, സ്ഥലങ്ങളൊന്നും അറിയണ്ടാവില്ല. സോ ഞാൻ പറഞ്ഞു ഞാൻ കേരളത്തിൽ നിന്നാണെന്ന്. അപ്പോഴാണ് എന്നോട് പറയുന്നത് അവിടെയൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്, കേരളത്തിലും മുംബൈയിലും ഡൽഹിയിലും ഒക്കെ ഫ്രണ്ട്സ് ഉണ്ട്. ആൻഡ് ഈ ഹിവൻ നോസ് ഹിന്ദി വരെ സംസാരിക്കുന്നുണ്ട്. കേട്ടു നോക്ക് കേട്ടോ. അടിപൊളി. ഇത് കണ്ടോ, the world is so small അല്ലേ? ജോർദാനിലുള്ള മുഹമ്മദ് ആണ് ഹിന്ദി പറയുന്നത്, നമ്മുടെ സ്വന്തം രാഷ്ട്രഭാഷ. So he was telling he is having friends from Bangalore, Delhi, right? Yes, and Mumbai. Yeah. Anybody from Kerala? Kerala, I work with him also. I have. Really? I show you the numbers from there. Correct. Okay. So he has friends from Kerala also. The daughter who's big companies in Indian Hyundai. She came with me also. Hyundai. Who's his father working for Hyundai in Hyundai. India. Yes. Yes. His daughter worked with me before with me the Hyundai cars.
She all times drive in Jordan. ഓക്കെ സോ She's drive. ഓക്കെ ഫൈൻ. നിങ്ങളെ അദ്ദേഹം കാറിന്ന് സ്റ്റിയറിംഗ് നിന്ന് കൈയെടുക്കുന്ന എന്താ വിചാരിക്കണ്ട കേട്ടോ. ഇത് ഓട്ടോ ഉള്ള വണ്ടിയാണ്. അതായത് നമ്മൾ സ്റ്റിയറിംഗ് നിന്ന് കൈയെടുത്താലും വണ്ടി തന്നെ പോകും അല്ലേ? Mohammed just show this like I was just telling, don't worry because you are taking your hands off the yes but വണ്ടി പൊക്കോളും, വണ്ടി പേടിക്കാനില്ല. ഇത് ജീലി എന്ന് പറയുന്ന ഒരു വണ്ടിയാണ്, ചൈനീസ് കാർ റൈറ്റ്? Chinese car. You can drive auto alone. It has no like see auto navigation correct, yeah correct see it's going alone. Yeah, Enough to touch. correct yeah yes okay correct ആയിട്ട് എത്ര ക്ലീൻ ആയിട്ടാ പോകുന്നതെന്ന് അറിയോ? see he's not even touching. so ഇതാ പറയുന്നത്, മനുഷ്യർ എല്ലായിടത്തും, അതിപ്പോ ഇസ്രായേൽ ആയാലും ഇറാൻ ആയാലും, all are human beings. No, Muhammad, I don't know like why these people are keeping so much enmity. Everywhere it is human beings, the flesh and blood are the same, right? But I don't no I was just telling, like a lot of people in India. Yes. So nice you people. have I a lot like to of work friends. with So I like to work with him all time. yeah wherever we live, Indian people is wherever people and easy people, not like German. okay we are better. Okay, More better. yeah thank More you Friendly people. friendly people, yes. The best thing about Indians are we survive everywhere. We adjust everywhere. All of India, none of them. Yeah. A lot of times I work with Indian people. A lot. yes okay. അപ്പൊ അത് നമുക്ക് ഭയങ്കര ഒരു കോംപ്ലിമെന്റ് ആണ്. He was telling like we are very good people, very friendly people. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൾഡ് സിറ്റിയാണ്, അമ്മൻ്റെ ഓൾഡ് സിറ്റി. മുഹമ്മദ് പറയായിരുന്നു ഒരു സൈഡിൽ കംപ്ലീറ്റ് ഇപ്പം ന്യൂ സിറ്റി വന്നു, 2 ഭാഗങ്ങളായി ഇതിനെ ഡിവൈഡ് ചെയ്ത് അമ്മൻ എന്ന് പറയുന്ന ഈ സ്ഥലത്തിനെയാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന അടുപ്പിച്ചിട്ടുള്ള ഇങ്ങനെ കെട്ടി വെച്ച പോലെയുള്ള, അതായത് സോപ്പ് പെട്ടി പോലെ അടുക്കി വെച്ചിട്ടുള്ള വീടുകൾ, ഇതൊക്കെ ഓൾഡ് സിറ്റിയാണ്, പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഭാഗമാണ്. ഇതിൻ്റെ നേരെ അപ്പുറത്ത് റിച്ച് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന അവരുടെ വില്ലകളും കാര്യങ്ങളൊക്കെയുള്ള കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ഞാനത് ഇപ്പം തന്നെ കാണിച്ചു തരാം കേട്ടോ. അത് കാണുന്ന സമയത്ത് അതിൻ്റെ കുറച്ച് കാണുന്നുണ്ട്, ഇവിടെ മരങ്ങളായതുകൊണ്ടാണ്. ഇതിൻ്റെ നേരെ അപ്പുറത്ത് നിങ്ങൾ കാണുന്നത് ന്യൂ സിറ്റിയാണ്. അവിടെ നിങ്ങൾ കാണുന്ന വലിയ വില്ലകളൊക്കെ ഭയങ്കര കാണുന്നില്ല, എനിക്കറിയാം. യെസ് ഇപ്പം കാണാം, കുറച്ചൊക്കെ കാണുന്നുണ്ട്. യെസ് ദാറ്റ് ഈസ് എ ന്യൂ വൺ. അവിടെ സിംഗിൾ വീടുകളൊക്കെയാണ്, അവിടെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആളുകളാണ് താമസിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ നേരെ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള വീടുകളിൽ ഇത്തരത്തിൽ ഒരു ഓൾഡ് സിറ്റിയിൽ പാവപ്പെട്ട ആളുകൾ താമസിക്കും. ഇപ്പം നിങ്ങൾക്ക് ഓൾഡ് സിറ്റിയുടെ കുറച്ചുകൂടി ഒരു അടുത്ത രൂപം കാണാം അല്ലേ? കണ്ടോ, നമ്മൾ ശരിക്കും ഈ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ഇങ്ങനെ അടുക്കി വെച്ച പോലെ അങ്ങനെയാണ് ആളുകൾ താമസിക്കുന്നത്. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടോ, ഇതിൽ എത്ര ഫാമിലീസ് താമസിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ? ഇതിവിടുത്തെ ഒരു ഓൾഡ് ടൗൺ ആണ്, പഴയ ഭാഗം, അതായത് സിറ്റിയുടെ തന്നെ പഴയ ഭാഗം. ഞങ്ങൾ ആദ്യം പോയത് അമ്മനിലെ റോമൻ തിയേറ്റർ ആയിട്ടുള്ള സിറ്റാഡൽ കാണാനാണ്. ജോർദാനെയും പല രാജ്യക്കാരും പല സമയങ്ങളിലായിട്ട് ഭരിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് അവർ റോമൻ എംപയറിന് താഴെയായിരുന്നു. അപ്പോൾ നമുക്കറിയാലോ, ഈ റോമൻ കൾച്ചറിന്റെ ഒരു ഭാഗമാണ് അവരുടെ കൺസ്ട്രക്ഷൻസ് ആയിട്ടുള്ള കൊളോസിയവും ഇത്തരത്തിലുള്ള ആംഫി തിയേറ്റേഴ്സും ഒക്കെ. സോ അതുകൊണ്ട് അമ്മനിലും ജോർദാനിലും ഇങ്ങനെയുള്ള റോമൻ കൺസ്ട്രക്ഷൻസ് ധാരാളം ഉണ്ട്. അപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തെ, ഈ ഒരു വ്യക്തിയെ ശ്രദ്ധിച്ചത്. അവരുടെ പരമ്പരാഗതമായിട്ടുള്ള എന്തോ ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്ന് എനിക്ക് തോന്നി. അദ്ദേഹം അത് നല്ല ഭംഗിയായിട്ട് നല്ല മനോഹരമായിട്ട് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു കൗതുകം തോന്നിയതുകൊണ്ട് അത് ഞാൻ ഇങ്ങനെ കേട്ടു നിന്നു. വളരെ മനോഹരമായിരുന്നു കേട്ടോ. What is this called? This instrument? Rababa. Okay. Just like a violin. Like a violin. Yeah. You do. I don't know. تسمعي نسيته سميا سميا يونو يا سميا نونو يا سميا وانتي مايل يا سمان الهوى وشبور انا قاعد اعمل وردة وجوري يا سنيور يا من هوانك ونور إلها الحين وبال النور وانت الغالي يا سنور لا 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 لا. Thank you. എന്തൊരു പരസ്പര ബഹുമാനവും സ്നേഹമാണെന്നറിയോ ഈ നാട്ടുകാർക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആരാണ് എന്താണ് എന്ന് പോലും അറിയാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ
എൻ്റെ പേര് ചോദിച്ച് എൻ്റെ പേര് വെച്ചൊരു പാട്ട് പാടി എനിക്കൊരു വെൽക്കം സോങ് അദ്ദേഹം ഉണ്ടാക്കി. എന്തായാലും അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ജറാഷിലേക്കാണ്. ജറാഷിൽ ഇതിനേക്കാൾ വലിയ റോമൻ കൺസ്ട്രക്ഷൻസും റോമൻ നിർമ്മിതികൾ, ഇപ്പം നമ്മൾ കണ്ടത് ചെറിയൊരു തിയേറ്റർ മാത്രമാണല്ലോ, ഇതിലും വലിയ കൺസ്ട്രക്ഷൻസ് അവിടെയുണ്ട്. അത് കാണാനായിട്ട് നമ്മൾ നേരെ ജറാഷിലേക്ക് വിട്ടു. ജറാഷിലേക്ക് ഏകദേശം ഒരു 1 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. അവിടെ പോയപ്പോൾ കണ്ട കാഴ്ച ഉണ്ടല്ലോ, ആ തുടക്കത്തിൽ തന്നെ കണ്ടത് നല്ല മനോഹരമായിട്ടുള്ള ആ ഒരു നല്ലൊരു പതാക, ജോർദാൻ്റെ നല്ലൊരു പതാക വളരെ പ്രൗഢിയോട് കൂടിയിട്ട് ഇങ്ങനെ പാറിക്കളിച്ച് നിൽക്കുന്ന നല്ലൊരു മനോഹരമായ കാഴ്ചയാണ് ജറാഷിൽ ഞങ്ങളെ സ്വാഗതം ചെയ്തത്. അമ്മനിലും ജറാഷിലും നമുക്ക് പ്രധാനമായിട്ട് കാണാനുള്ളത് ഇത്തരത്തിലുള്ള റോമൻ നിർമ്മിതികളും അതിൻ്റെ അവശിഷ്ടങ്ങളും മാത്രമാണ്. കാണുമ്പോൾ വെറും കെട്ടിട അവശിഷ്ടങ്ങളാണെന്ന് തോന്നുമെങ്കിലും ഇവയ്ക്കൊക്കെ പല മാജിക്കൽ കഴിവുകളും ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഇടയിലാണ് ഇദ്ദേഹത്തെ കണ്ടത്, മുക്കുറ്റിപ്പൂവ്. കേരളത്തിന് പുറത്ത്, അതും ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ടാണ് വേറൊരു രാജ്യത്ത് ഞാൻ നമ്മുടെ മുക്കുറ്റിപ്പൂവിനെ കാണുന്നത്. അതെനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ കാണുന്ന റോമൻ നിർമ്മിതികൾ വെറും കെട്ടിടാവശിഷ്ടങ്ങൾ മാത്രമല്ല, അവരവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ കല്ലിനും അല്ലെങ്കിൽ ഓരോ തൂണിനും ഓരോ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അത് അവിടുത്തെ ഗൈഡുകൾ പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, അവിടെ ഭീമാകാരമായിട്ടൊരു തൂണ് ഞാൻ കണ്ടു. ആ തൂണ് ഇളകുന്നുണ്ടായിരുന്നു. അതായത് നമുക്ക് തോന്നും ആ തൂണ് എങ്ങനെയാണ് ആ തൂണിനെ ഇളകാൻ പറ്റുക, ഇളകിക്കഴിഞ്ഞാൽ അത് താഴേക്ക് വീഴില്ലെന്ന് തോന്നും. പക്ഷേ ആ തൂണ് ഇളകുന്നത് ലൈവായിട്ട് എനിക്ക് അവിടുന്ന് ഗൈഡ് കാണിച്ചു തന്നു. അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. അപ്പൊ എന്തിനാണത്രേ ഈ തൂണ് പണ്ട് റോമൻകാർ ഉപയോഗിച്ചിരുന്നത്? എർത്ത്ക്വേക്ക്, അതായത് ഭൂമി കുലുക്കം വരുന്ന സമയത്ത് ഒരു പരിധിക്കപ്പുറം, നമ്മൾ റിക്ടർ സ്കെയിൽ എന്നൊക്കെ പറയില്ലേ, ഇത്രയ്ക്ക് തീവ്രത എന്നൊക്കെ പറയുന്ന, അവർക്ക് അത്തരത്തിൽ തീവ്രത അളക്കാനുള്ള ഒരു മാപിനിയായിരുന്നു ഇത്തരത്തിലുള്ള വലിയ ഭീമാകാരമായിട്ടുള്ള പല കല്ലുകളും തൂണുകളും. ഒരു പരിധിക്കപ്പുറം, ഒരു തീവ്രതയ്ക്കപ്പുറം ഭൂമികുലുക്കം ഉണ്ടാവുന്ന സമയത്ത് ഈ കല്ലുകൾ ഒരു പ്രത്യേക രീതിയിൽ കുലുങ്ങി പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയിരുന്നത്രേ. അപ്പോൾ അങ്ങനെ ഓരോ ഉദ്ദേശത്തിലാണ് അവരിത് ഓരോന്നും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വെറും കെട്ടിടാവശിഷ്ടങ്ങൾ മാത്രമല്ല കേട്ടോ, ശരിക്കും അത്ഭുതങ്ങൾ തന്നെയാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോയിൽ ആ കാര്യങ്ങളാണ് ആ ഗൈഡ് വിശദീകരിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ആദ്യം എന്തായാലും ഞാനൊന്ന് നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം, എന്നാലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവൂ. നോക്കൂ, ഈ കല്ലിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ വലിപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ഭീമാകാരനായിട്ടുള്ള ഒരു തൂണാണ്. അവിടെ അത് ഇളകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം താഴെ ആ സ്പൂണ് വെച്ചത്. ആ സ്പൂണ് മുകളിലേക്കും താഴേക്കും ഇങ്ങനെ അദ്ദേഹം ഒരു ചെറിയ പുഷ് കൊടുത്തപ്പോൾ തന്നെ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. അപ്പം എനിക്ക് ഒരു വിശ്വാസം വന്നില്ല എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളെ കൈ ഇതിൻ്റെ അടിയിൽ വെക്ക്, എന്നിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ജസ്റ്റ് അതിനൊന്ന് തള്ളിക്കൊടുത്തു. ഇത്രയും വലിയ കല്ലിനെ തള്ളി നീക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ആ കുഞ്ഞു തള്ളിൽ തന്നെ നമുക്ക് കൈ അടിയിൽ വെക്കുമ്പോൾ മനസ്സിലാവുന്നേ, അതിങ്ങനെ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ സ്പൂണ് മൂവ് ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ക്യാമറയുടെ കുറച്ച് പരിമിതികൾ കൊണ്ടാണ്. ശരിക്കും ആ കല്ല് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് മുകളിലേക്കും താഴേക്കും, അതിൻ്റെ താഴെ കൈ വെക്കുന്ന സമയത്ത് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കൃത്യമായി കാണാൻ പറ്റുന്നില്ലേ അത് മൂവ് ചെയ്യുന്നത്, മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നത്? അദ്ദേഹം ചെറുതായിട്ട് തള്ളിയപ്പോഴാണ് അതിങ്ങനെ മൂവ് ചെയ്യുന്നത്. പിന്നെ ഇദ്ദേഹം എനിക്ക് ഓരോ കല്ലും ഉണ്ടാക്കുന്ന ഡിഫറെന്റ് സൗണ്ടുകൾ കേൾപ്പിച്ചു തരായിരുന്നു. നമ്മൾ സപ്തസ്വരങ്ങൾ ഉണ്ടാക്കുന്ന കല്ലുകൾ എന്നൊക്കെ പറയുന്ന പോലെ ഓരോ സൗണ്ടും ഡിഫറെന്റ് ആയിരുന്നു കേട്ടോ. That's a normal stone. Normal stone, exactly. Listen here. That's music stone, madam. That's limestone mixed with iron, lady. Okay. This is stones, madam. All of them originally was up there. Come here. See the stone up there on top of the columns? Stones up there original. That's why. Look from down between them. In the middle, there is a space. 2 stones stand like this. Okay. In Roman time, an earthquake has happened. Stone collide together, make sound in the city. That sound, it means be careful. Danger is happening in this place. Okay. Come see here. See that stone here, madam? That's an ancient description about this place. Look. This is explained about this place from 2700 years.
കല്ലിലും മണ്ണിലും മരത്തിലും ഒക്കെ ഇത്തരത്തിൽ വിസ്മയങ്ങൾ തീർത്തവർ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. പെരുന്തച്ഛൻ്റെ കഥകളൊക്കെ നമ്മൾ എത്ര കണ്ട് വായിച്ചിട്ടുണ്ട്. എന്തൊക്കെ വിസ്മയങ്ങളുള്ള കഥകളാണ് അല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ അവരന്ന് ചെയ്തിരുന്നു. നമ്മളിന്ന് നമ്മുടെ കണ്ടുപിടുത്തങ്ങളും പുരോഗമനങ്ങളും ഒക്കെ എത്രത്തോളം വലുതാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുമ്പോഴും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇതിനേക്കാളൊക്കെ കഴിവും അല്ലെങ്കിൽ പ്രാപ്തിയുമുള്ള ആളുകൾ ജീവിച്ചിരുന്നു എന്നും അവരിത്തരത്തിലുള്ള മാജിക്കുകൾ ഈ ലോകത്ത് തീർത്തിരുന്നു എന്നും ആലോചിക്കുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. 1-ാം ദിവസം വന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ ഗായ്സ്. ബോധം കേട്ട് ഉറങ്ങിപ്പോയി. ഇനി ബാക്കി നാളെ.